ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യാസ് മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ പുഡിങ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാവാനായിട്ട് വെക്കാം. അപ്പോൾ എപ്പോഴും പുഡിങ്ങൊക്കെ തയ്യാറാക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടാവി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നെയ്യ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യോട് ചേർക്കുമ്പോൾ കുറച്ചും കൂടി റിച്ച് ആവും നമ്മളുടെ പുഡിങ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പുഡിങ്ങൊക്കെ ആകുമ്പോൾ ആവശ്യത്തിന് മധുരം ഉള്ളതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ അത്യാവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പോൾ സൈഡൊക്കെ ചേർത്ത് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇനി റവയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂണാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ റവ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് പുഡിങ് റെഡിയാകുമ്പോൾ ഒരു തരിതരിപ്പ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ചെറിയൊരു നമുക്ക് ലാസ്റ്റ് പുഡിങ്ങിൽ ഒരു തരിതരിപ്പ് ഉണ്ടാകും ആ റവയുടെ. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ റവ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു തരിതരിപ്പ് ഒഴിവാക്കാം. പിന്നെ നമ്മൾ റവ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കാരണം റവ ചേർത്ത് ഉടനെ തന്നെ ഇത് കട്ട കെട്ടാനായിട്ട് തുടങ്ങും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉള്ളത് ഞാനൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് റവ വെച്ച് വളരെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്ക് ഐറ്റത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് പറഞ്ഞു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഒന്ന് കയറി കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ് നമ്മൾ ആവിയിൽ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു സ്നാക്ക് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കുറുകി വരുന്ന ഒരു കൺസിസ്റ്റൻസി എത്തണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ടൈമിൽ കുക്ക് ചെയ്യാൻ. കാരണം റവ ചേർത്ത ഉടനെ തന്നെ ഇത് കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ പുഡിങ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു കുറുക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് ആ ഒരു കൺസിസ്റ്റൻസി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 3-4 ഡ്രോപ്സ് വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതല്ല, ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെ ആയിരിക്കും. പിന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ജസ്റ്റ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്നുകിൽ നമുക്ക് ആവിയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നെയ്യ് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ച് സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആവിയിലല്ല കുക്ക് ചെയ്യുന്നത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. കാരണം ചെറിയൊരു തണുപ്പോട് കൂടിയിട്ട് നമ്മൾ പുഡിങ് കഴിക്കുമ്പോഴാണല്ലോ അതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, ഏകദേശം 1.5-2 മണിക്കൂർ അത്രയും മതി നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റായി കിട്ടാൻ. അപ്പോൾ ഇതൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ദാ നമ്മളുടെ പുഡിങ്ങൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമുക്കൊരു കത്തി യൂസ് ചെയ്തിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം, പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് പോരാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1.5 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ. ഞാനിപ്പോൾ അത് ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഞാനിതിലേക്ക് കുറച്ച് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഒന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തിലുള്ള നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.